കഴിഞ്ഞ ദിവസം തന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിൽ എൻഡിഎ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ ഒരു പഴയ ഓർമ്മ പങ്കുവച്ചു. ഡക്കോട്ട വിമാനവും താനും തന്റെ കുടുംബവുമായി ഉള്ള ഒരു ബന്ധം. റിപ്പബ്ലിക് ദിന പരേഡിൽ ആധുനിക യുദ്ധവിമാനങ്ങൾക്കൊപ്പം 1930 മോഡൽ ഡക്കോട്ട വിമാനമായ പരശുരാമ അത് പറന്നുയർന്നപ്പോൾ തന്റെ അഭിമാനവും വാനോളം ഉയർന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. 1947 മുതൽ 1971 വരെ ഈ വിമാനം വായുസേനയുടെ അഭിമാനമായിരുന്നു. പാകിസ്ഥാനും ബംഗ്ലാദേശിനും എതിരെയുള്ള യുദ്ധങ്ങളിൽ ഇത് കാശ്മീരിലെ മലനിരകൾക്ക് മുകളിലൂടെ പറന്നു. ഈ യുദ്ധങ്ങളിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ പിതാവായ എയർ കമാൻഡർ MK ചന്ദ്രശേഖറും ഡക്കോട്ട പറത്തിയിരുന്നു. കാലപ്പഴക്കത്താൽ പിന്നീട് ഡക്കോട്ടയെ സൈന്യത്തിൽ നിന്ന് പിൻവലിച്ചു. പിതാവിന്റെ യുദ്ധസ്മരണ നിലനിർത്താൻ രാജീവ് ചന്ദ്രശേഖർ കേടുപാടുകൾ തീർത്ത് നവീകരിച്ച് ഇതിനെ വായുസേനയ്ക്ക് സമ്മാനിക്കുകയായിരുന്നു. ഇംഗ്ലണ്ടിൽ എത്തിച്ച് 6 വർഷമെടുത്താണ് ഇത് നവീകരിച്ചത്. ഡക്കോട്ടയുടെ പഴയ നമ്പറായ VP 905 നൽകി വായുസേനയുടെ ഭാഗമാക്കിയതിനു ശേഷമാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ പറത്തിയത്. രാജീവ് ചന്ദ്രശേഖറും പരശുരാമനും തമ്മിലുള്ള ബന്ധം എന്താണ്? പരശുരാമൻ എന്ന ആ VP 905 നമ്പർ ഡക്കോട്ട വിമാനം അദ്ദേഹത്തിന്റെ ബാല്യത്തിന്റെ ഭാഗമായിരുന്നു എന്ന് വേണം പറയാൻ. അദ്ദേഹം തന്നെ മുൻകൈയെടുത്ത് ബ്രിട്ടനിൽ അയച്ച് 6 വർഷം കൊണ്ട് അറ്റകുറ്റപ്പണികൾ തീർത്ത് വ്യോമസേനയ്ക്ക് തിരികെ നൽകിയതാണ് എന്ന് പറയുമ്പോൾ തന്നെ അതിനോട് അദ്ദേഹത്തിന് എത്രമാത്രം ഇന്റിമസി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. പരശുരാമൻ എന്ന VP 905 നമ്പർ ഡക്കോട്ട വിമാനം ഇന്ത്യൻ വ്യോമസേനയിലെ ഡക്കോട്ട പൈലറ്റ് ആയിരുന്ന രാജീവ് ചന്ദ്രശേഖറിന്റെ പിതാവ് എയർ കമഡോർ റിട്ടയർഡ് MK ചന്ദ്രശേഖർ കശ്മീർ താഴ്വരയിൽ ഇന്ത്യൻ കരസേനയുടെ ചരിത്രപരമായ ലാൻഡിംഗ് അനുസ്മരിച്ച് ശ്രീനഗറിലെ എയർഫോഴ്സ് സ്റ്റേഷനിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങ് കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനും സമ്മാനിച്ചത് അഭിമാന നിമിഷങ്ങളാണ്. കാരണം 1940-ലെ 2ാം ലോക മഹായുദ്ധത്തിൽ ഡക്കോട്ട DC-3 വിമാനമായ പരശുരാമൻ മറ്റ് യുദ്ധവിമാനങ്ങൾക്കൊപ്പം ഉയർന്ന് പറന്നുകൊണ്ടിരുന്നു എന്നതാണ്. അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ ഡക്കോട്ട അദ്ദേഹത്തിന്റെ ബാല്യത്തിന്റെ കൂടി ഭാഗമായിരുന്നു. വ്യോമസേനയിൽ പൈലറ്റ് എന്ന നിലയ്ക്ക് രാജീവ് ചന്ദ്രശേഖറിന്റെ പിതാവ് ഇന്ത്യ മുഴുവൻ അതിൽ പറന്നു. ഇന്ത്യൻ എയർഫോഴ്സിന് DC-3 വിഭാഗത്തിൽപ്പെട്ട ഒരു ഡക്കോട്ട സമ്മാനിക്കുക എന്ന പിതാവിന്റെ സ്വപ്നമാണ് ആ മകൻ നിറവേറ്റിയത്. ഇന്ത്യൻ വ്യോമസേനയിലെ ഡക്കോട്ട പൈലറ്റായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ പിതാവ് MK ചന്ദ്രശേഖർ. ഈ വിമാനം പറക്കുന്ന അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരാൻ 7 വർഷത്തോളം പരിശ്രമം വേണ്ടിവന്നു. പൂർണ്ണമായി നവീകരിച്ച വിമാനം ഇംഗ്ലണ്ടിൽ നിന്ന് ഇന്ത്യയിലെത്താൻ തന്നെ 9 ദിവസമെടുത്തു. വ്യോമസേനയുടെയും നവീകരണ പ്രവർത്തികൾ നടത്തിയ റിഫ്ലറ്റ് എയർവർക്സ് ലിമിറ്റഡിന്റെയും പൈലറ്റുമാരടങ്ങുന്ന സംയുക്ത സംഘമാണ് നവീകരിച്ച വിമാനം 2018 ഏപ്രിൽ 17 UK-യിൽ നിന്ന് ബംഗളൂരുവിലേക്കുള്ള യാത്ര നയിച്ചത്. 2018 മെയ് 4 ഉത്തർപ്രദേശിലെ ഹിൻഡൺ എയർബേസിൽ നടന്ന ചടങ്ങിൽ അന്നത്തെ വ്യോമസേനാ മേധാവി BS ധനോവ എയർ കമഡോർ റിട്ടയർഡ് MK ചന്ദ്രശേഖറിൽ നിന്ന് താക്കോൽ ഏറ്റുവാങ്ങി വിൻഡേജ് സ്ക്വാഡ്രണിൽ ഉൾപ്പെടുത്തി വിമാനം ഔപചാരികമായി വ്യോമസേനയുടെ ഭാഗമാക്കി. 1947 ജമ്മു കാശ്മീരിലേക്ക് സൈനികരെ കൊണ്ടുപോകുന്നതിലും പരശുരാമൻ പങ്കാളിയായിരുന്നു. യുദ്ധമുഖങ്ങളിലേക്ക് ഇന്ത്യൻ സൈന്യത്തെയും സിവിൽ സേവനങ്ങളും എത്തിക്കുന്നതിലും നിർണായകമായ സ്ഥാനമാണ് ഡക്കോട്ട വിമാനങ്ങൾക്ക് ഉണ്ടായിരുന്നത്. 1947 യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഓപ്പറേഷൻ ആരംഭിച്ചതിന്റെ സൂചന എന്നോണം ഒക്ടോബർ 27 പുലർച്ചെ 5 മണിക്ക് ഡൽഹി സഫ്ദർജംഗിലെ വില്ലിംഗ്ടൺ എയർഫീൽഡിൽ നിന്ന് 12ാം നമ്പർ സ്ക്വാഡ്രന്റെ 3 ഡക്കോട്ടകൾ പറന്നുയർന്നു. തുടർന്ന് അന്നേ ദിവസം മാത്രം 6 സിവിലിയൻ സർവീസ് ഉൾപ്പെടെ 28 വിമാനങ്ങൾ 1ാം സിഖ് റെജിമെന്റിൽപ്പെട്ട ആദ്യ ബാച്ച് സൈനികരെയും വഹിച്ചുകൊണ്ട് ശ്രീനഗറിൽ ഇറങ്ങിയ VP 905 എന്ന ടെയിൽ നമ്പറുള്ള ആദ്യ ഡക്കോട്ട വിമാനമാണ് പരശുരാമ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട് വീണ്ടും സേനയുടെ ഭാഗമായത്. പുനഃസൃഷ്ടിക്കപ്പെട്ട ഡക്കോട്ട വിമാനത്തിന് പരശുരാമ എന്ന് നാമകരണം ചെയ്തതും രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.